നമസ്കാരം, പാലാവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. KCBC പ്രോലൈഫ് ദിനാചരണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അന്താരാഷ്ട്ര പ്രോലൈഫ് ദിനാചരണത്തിന്റെ ഭാഗമായി KCBC പ്രോലൈഫ് സമിതിയുടെ പ്രോലൈഫ് ദിനാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. പാലാരൂപത ഫാമിലി അപ്പസ്തോലേറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് നരുതൂക്കിലച്ചൻ നമ്മളോട് സംസാരിക്കുന്നു. KCBC പ്രോലൈഫ് സമിതിയുടെ 2025 പ്രോലൈഫ് ദിനാഘോഷങ്ങൾ പാലായിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ച് പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രോഗ്രാം നടത്തുവാൻ KCBC തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം രൂപത പ്രസിഡന്റ് നേതൃത്വത്തിൽ ഏകദേശം 40 അംഗ കമ്മിറ്റി അംഗങ്ങൾ അതിനുള്ള എല്ലാ ക്രമീകരണവും പൂർത്തിയായി വരുന്നു. എല്ലാവരെയും കേരളത്തിലുള്ള 34 രൂപതകളിലെയും പ്രോലൈഫ് പ്രവർത്തകരെ പാലായിലേക്ക് ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KCBC പ്രോലൈഫ് സംസ്ഥാന സമിതിയുടെ പ്രഥമ ഡയറക്ടറും പാലാരൂപത ഫാമിലി അപ്പോസ്തലേറ്റ് മുൻ ഡയറക്ടറുമായ ഫാദർ ജോസ് കോട്ടയിൽ, പാലാ സെന്റ് തോമസ് കോളേജ് മുൻ പ്രിൻസിപ്പളും മംഗളവാർത്താ ധ്യാനത്തിന്റെ മുൻ ഡയറക്ടറുമായ റവറൻ ഡോക്ടർ കുര്യൻ മറ്റം, കോതമംഗലം രൂപത പ്രോലൈഫ് സമിതി പ്രസിഡന്റും പ്രോലൈഫ് മജീഷ്യനുമായ ശ്രീ ജോയ്സ് മുക്കുടം, മാർസ്ലീവ മെഡിസിറ്റി ഓപ്പറേഷൻസ് വിഭാഗം സിസ്റ്റർ വനജ SMS, മരിയൻ സദനം ഡയറക്ടർ ശ്രീ സന്തോഷ് ജോസഫ്, ബിഗ് ഫാമിലി വിഭാഗത്തിൽ ശ്രീ ടോമി കുരുവിനാൽ എന്നിവരെ പ്രത്യേകമായി ആദരിക്കും. പാലാ സെന്റ് തോമസ് കോളേജിലെ കുട്ടികളുടെയും ജീസസ് യൂത്ത് സംഘടനയിലെ കുട്ടികളുടെയും കലാപരിപാടികൾ ഉണ്ടായിരിക്കും. പ്രോലൈഫ് സംസ്ഥാന ട്രഷറർ ശ്രീ ടോമി പ്ലാത്തോട്ടം ഏവർക്കും നന്ദി പറയും. പ്രോലൈഫ് ഡേയുടെ ഭാഗമായിട്ടുള്ള ആനുവൽ മീറ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഈ പ്രാവശ്യം പാലാരൂപതയിൽ വെച്ചാണ് മീറ്റ് നടത്തപ്പെടുക. പ്രോലൈഫിന്റെ പാലാരൂപതയുടെ പ്രസിഡന്റ് മാത്യു കുര്യാക്കോസ് സാർ നമ്മളോട് സംസാരിക്കുന്നു. പാലാരൂപത ഈ വർഷത്തെ പ്രോലൈഫ് ഡേ വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങളോടുകൂടി ആചരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് മാർച്ച് 25 ആഗോള സഭ പ്രോലൈഫ് ഡേ ആയിട്ട് എല്ലാ രൂപതകളിലും ആചരിച്ചു വരികയാണ്. ഇതിൻ്റെ ആനുവൽ മീറ്റിംഗ് ഈ വർഷം നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിവിധ പ്രോഗ്രാമുകളിലൂടെ നടക്കുകയാണ്. അഭിമന്യ പാലാരൂപതയുടെ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്, അതേപോലെ തന്നെ കൊല്ലം ബിഷപ്പ് പോൾ മുല്ലശ്ശേരി പിതാവ് ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. പാലാരൂപതയിൽ മാത്രമല്ല, മറിച്ച് കേരളത്തിലെ ഏകദേശം 34 രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് വളരെ ആകർഷകമായ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് പാലാരൂപത പ്രോലൈഫ് സമിതി അംഗങ്ങൾ, അതുപോലെ മാതൃവേദി, പിതൃവേദി, ജീസസ് യൂത്ത്, KCC എന്നുവേണ്ട പാലാരൂപതയിലെ എല്ലാ സംഘടനാ നേതൃത്വവും ഒരുമിച്ച് ഇതിനു വേണ്ടിയിട്ട് മാസങ്ങളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക്കിന് ഒരു ബോധവൽക്കരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട കമാനങ്ങൾ ഓൾറെഡി നഗരവീഥികളിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കൊടിതോരണങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമായിട്ട് പ്രവർത്തകർ സജീവമായിട്ട് നിലകൊള്ളുന്നു. എന്ന് മാത്രമല്ല, നാളെ പ്രധാനപ്പെട്ട ഈ ജീവസംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള 2 അതിമനോഹരമായിട്ടുള്ള ക്ലാസ്സുകൾ നടക്കുന്നു. ഉച്ചകഴിഞ്ഞത്തെ പൊതുസമ്മേളനത്തിൽ പിതാക്കന്മാർ ഉൾപ്പെടെ KCBCയുടെ സംസ്ഥാന ഭാരവാഹികൾ സംസാരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ പ്രോലൈഫിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള എക്സിബിഷൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആകർഷകമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പാലാരൂപതയുടെ ഫാമിലി അപ്പോസ്തലേറ്റിൻ്റെയും അതേപോലെ പ്രോലൈഫിൻ്റെയും ഡയറക്ടറായിട്ടുള്ള റവറൻ ഫാദർ ജോസഫ് നരുതൂക്കിലച്ചൻ ഞങ്ങളോടൊപ്പം ഈ മാസങ്ങളായിട്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ പാലാരൂപതയുടെ പ്രോലൈഫ് സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായിട്ടുള്ള സെക്രട്ടറി ഡോക്ടർ ഫിലിക്സ്, ആനിമേറ്റർ സിസ്റ്റർ മേരി, അതേപോലെ തന്നെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവർ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലുമാണ് എന്നുള്ളത് വലിയ കാര്യമാണ്. ജീവസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. പ്രോലൈഫിന്റെ രൂപത സെക്രട്ടറി ഡോക്ടർ ഫെലിക്സ് ജെയിംസ് നമ്മളോട് സംസാരിക്കുന്നു. സുരക്ഷയുള്ള ജീവൻ, പ്രത്യാശയുള്ള കുടുംബം, അതാണ് 2025 പ്രോലൈഫ് ഡേയുടെ നമ്മളൊരു സന്ദേശമായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കുടുംബങ്ങളിൽ വളരെ ഭയാനകമായ സംഭവവികാസങ്ങളാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കും നമ്മൾ
ഒരുപാട് അസ്വസ്ഥരാകുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കത്തോലിക്ക തിരുസഭയുടെ ചാക്രിക ലേഖനം ഹ്യൂമനെ വിത്തെ 1968 57 വർഷങ്ങൾക്ക് മുൻപ് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ പ്രവചനപരമായിട്ട് നമ്മളത് കാണേണ്ടതുണ്ട്. കൃത്രിമ ഗർഭനിരോധന ഉപാധികളും അതേപോലെ ഭ്രൂണഹത്യയും സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ കുടുംബമെന്ന സംവിധാനം തന്നെ അക്ഷരാർത്ഥത്തിൽ അവതാളത്തിലാകും എന്നൊരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ് ഭയങ്കരമായ അധാർമികത ഇവിടെ സംഭവിക്കും, സ്ത്രീകളോടുള്ള അനാദരവ്. അപ്പോൾ ഇതിനൊരു പരിഹാരം തേടി നമ്മൾ പോകേണ്ടത് കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലേക്കാണ്. കത്തോലിക്ക സഭ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗർഭധാരണ നിമിഷം മുതൽ സ്വാഭാവിക മരണം വരെ ജീവനെ ആദരിക്കാനും ബഹുമാനിക്കാനും നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് പോലും അബോർഷനെ, ഭ്രൂണഹത്യയെ അനുകൂലിക്കാനായിട്ടുള്ള അവകാശമില്ല. കാരണം നമ്മൾ ജനിച്ചത് ആ വഴിയിലൂടെയാണ്. സ്വന്തം അപ്പൻ്റെ ബീജത്തിലുള്ള 23 ക്രോമോസോമുകളും അമ്മയുടെ അണ്ടത്തിലുള്ള 23 ക്രോമോസോമുകളും സംയോജിക്കുമ്പോഴത്തേക്കും 46 ക്രോമോസോമുകളുള്ള ഏകദേശം 20,500 ജീനുകളുള്ള പൂർണ്ണതയുള്ള നാം എന്ന വ്യക്തി ഉണ്ടായിക്കഴിഞ്ഞു. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, കണ്ണിൻ്റെ നിറമെന്തായിരിക്കണം, മുടിയുടെ നിറമെന്തായിരിക്കണം, തൊലിയുടെ നിറമെന്തായിരിക്കണം, എന്തെല്ലാം ബുദ്ധി സവിശേഷതകളുണ്ടായിരിക്കണം, ഇതെല്ലാം തന്നെ ആ നിമിഷത്തിൽ നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞു. അതെ, ആ ഏകകോശ അവസ്ഥയിൽ തന്നെ നമ്മൾ പൂർണ്ണതയുള്ള മനുഷ്യ വ്യക്തികളാണ്. ഇന്നത്തെ ശാസ്ത്ര ലോകത്തിന് വളരെ കൃത്യമായിട്ടറിയാം അണ്ട ബീജ സങ്കലനത്തിലൂടെ പൂർണ്ണതയുള്ള ഒരു മനുഷ്യ വ്യക്തി ഉണ്ടാകുന്നുവെന്ന്. വർഷങ്ങൾക്ക് മുൻപ്, അതായത് 70കളിൽ പഠിപ്പിച്ചിരുന്നത് അവിടെ ഒരു മാംസപിണ്ഡം മാത്രമേ ഉള്ളത്, ജീവനുണ്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയത്തില്ല, പുറത്തു വന്നതിന് ശേഷം മാത്രമേ വ്യക്തിയായി പരിഗണിക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മയുടെ ഉദരത്തിലുള്ള 5 മാസം വരെയുള്ള ഭ്രൂണത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് 2021 വരെ ഇന്ത്യൻ നിയമം അനുവദിച്ചിരുന്നു. 2021 ശേഷം അത് 6 മാസമാക്കി, 24 ആഴ്ച വരെ. നമുക്കറിയാം ഇന്നത്തെ ശാസ്ത്ര ലോകത്തിൽ 6 മാസത്തിൽ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ സംരക്ഷിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്നത്തെ ശാസ്ത്രത്തിന് ഇവിടെ നമുക്കത് ലഭ്യമാണ്. ആ കാലഘട്ടത്തിലാണ് ഇത്തരം ഈ പറഞ്ഞ രീതിയിൽ ഒരു കുഞ്ഞിന് ഏറ്റവും സുരക്ഷിതത്വം ലഭിക്കേണ്ട സ്വന്തം അമ്മയുടെ ഉദരങ്ങൾ അവിടെ അത് കുരുതിക്കളമായിട്ട് മാറുകയാണ്. ഒരു വർഷം 4 കോടിയോളം നിഷ്കളങ്കരായ കുഞ്ഞു കുരുന്നുകളാണ് അവർക്ക് ഏറ്റവും സുരക്ഷിതത്വം ലഭിക്കേണ്ട സ്വന്തം അമ്മമാരുടെ ഉദരങ്ങളിൽ വെച്ച് നിഷ്കരുണം വധിക്കപ്പെടുന്നത്. ഇത് നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തേണ്ടതാണ്. ഇതിന് ഒരു അവസാനം നമ്മൾ കാണേണ്ടതാണ്. ടെക്സാസിൽ അവിടെ ഹാർട്ട് ബീറ്റ് ബിൽ നിയമമായിട്ടുണ്ട്. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ 1.5 മാസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഹൃദയമിടിപ്പുണ്ടെങ്കിൽ അത് ജീവനുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ അതിനുശേഷം ആ കുഞ്ഞിനെ കൊല്ലാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല. അപ്പോൾ ശാസ്ത്രം ഒരുപാട് വികസിച്ച ഈ കാലഘട്ടത്തിൽ അത്തരം നിയമങ്ങൾ ജീവനെ ഉണരേണ്ട, ജീവനെ സംരക്ഷിക്കേണ്ട കുടുംബങ്ങളാണ് ജീവൻ്റെ സംരക്ഷണ കേന്ദ്രങ്ങൾ. കുടുംബത്തിലാണ് ഓരോ ജീവനും ഉത്ഭവിക്കേണ്ടത്. അവിടെ കൂടുതൽ ജീവനുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും, ഇന്നത്തെ ഈ ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് അനേകരെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുന്നത്. പക്ഷേ അവരെ സ്വീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകാതിരിക്കുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളായിട്ടുണ്ടാക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ജീവൻ ഇവിടെ ഉണ്ടാവട്ടെ. പാലാ അരുണാപുരം അൽഫോൻസിയൻ പാസ്റ്ററൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് മീറ്റിംഗ് നടത്തപ്പെടുന്നത്.